നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവതം ഏകാദശ സ്കന്ധം 18-ാമത്തെ അധ്യായം പൂർണ്ണോപചാര കഥനം. ശ്രീ നാരദ ഉവാച പൂജാവിശേഷം ശ്രീദേവ്യാ ശോതുമിച്ഛാമി മാനദ യേനാശ്രിതേന മനുജ കൃതകൃത്യത്വമാവഹേത്. ശ്രീ നാരദൻ പറഞ്ഞു, ഹേ മാനദ, ശ്രീദേവിയുടെ വിശേഷപ്പെട്ട പൂജാവിധാനത്തെപ്പറ്റി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതാണല്ലോ മനുജന് കൃതകൃത്യത ഉളവാക്കുന്നത്. ശ്രീ നാരായണ ഉവാച ദേവശ്രേഷുണു വക്ഷ്യാമി ശ്രീമാധു പൂജനക്രമം മുക്തിമുക്തിപ്രദം സാക്ഷാൽ സമസ്താഭനിവാരണം. ശ്രീ നാരായണൻ പറഞ്ഞു, ദേവശ്രേ, ശ്രീ മാതാവിൻ്റെ പൂജാക്രമത്തെപ്പറ്റി ഞാൻ പറയാം, കേൾക്കൂ. അത് ഭക്തിയും മുക്തിയും നൽകുന്നതാണ്. പ്രത്യക്ഷമായ എല്ലാ ആപത്തുകളെയും അത് നശിപ്പിക്കുകയും ചെയ്യും. ആചമ്യ മൗനി സങ്കല്പ്യ ഭൂതശുദ്ധ്യാധികം ചരേത് മാതൃകാന്യാസപൂർവം ദൂഷടങ്കന്യാസമാചരേത്. മൗനമായിട്ട് ആചമനം ചെയ്ത് ഭൂതശുദ്ധി തുടങ്ങിയവ പിന്നീട് ചെയ്യുക. പിന്നീട് മാതൃകാന്യാസം ചെയ്തതിന് ശേഷം ഷഡംഗന്യാസവും ചെയ്യണം. ശംഖസ്യാസ്ഥാപനം കൃത്വ സാമാന്യാർഘ്യം വിധായജ പൂജാദ്രവ്യാണി ശാസ്ത്രേണ പോഷയേന്മതിമാന്നര. വിധിപ്രകാരം ശംഖ് വെച്ചിട്ട് സാമാന്യ അർഘ്യം നിർമ്മിച്ചിട്ട് പൂജാദ്രവ്യങ്ങളിൽ അസ്ത്രമന്ത്ര സഹിതം അത് പോഷിക്കുകയും വേണം. ബുദ്ധിയുള്ളവൻ അങ്ങനെയാണ് ചെയ്യുക. ഗുരോരനുജ്ഞാമാദായ തഥ പൂജാം സമാരഭേത് പീഠപൂജാം പുരാകൃത്വ ദേവ്യം ധ്യാഹേ തതഃപരം. ഗുരുവിൻ്റെ അനുവാദത്തോടെ പൂജ ആരംഭിക്കാം. ആദ്യം പീഠപൂജ ചെയ്യുക, പിന്നീട് ദേവിയെ ധ്യാനിക്കണം. ആസനാദുപചാരേശ്ച ഭക്തിപ്രേമയുധ സദാ സ്നാമയേത് പരദേവീം താം പഞ്ചാമൃതരസാദിവേ. ആസനം തുടങ്ങിയ ഉപചാരങ്ങളോടെ സദാ ഭക്തിപ്രേമ പുരസ്സരം ആ പരാശക്തിയെ പഞ്ചാമൃത രസാദികളാൽ അഭിഷേകം ചെയ്യണം. പൗണ്ഡ്രേഷു രസപൂർണൈസ്തു കലശേ ശതസംഖ്യകേ സ്നാമയേദ്യോ മഹേശാന്യം നസഭൂയോ വിജായതേ യശ്ചൂദരസൈരേവം സ്നാമയേർജഗദംബികാം വേദപാരായണം കൃത്വാ രസേനേക്ഷോദ്ഭവേന വാ തദ്ഗേഹം ന ത്യജേ നിത്യം രമാ ചൈവ സരസ്വതി യസ്തോ ദ്രാക്ഷാരസേനൈവ വേദപാരായണം ചരൻ അഭിഷിഞ്ചേൻ മഹേശാന്യം സകുടുംബോ നരോത്തമ രസരേണോ പ്രമാണഞ്ച ദേവീ ലോകേ മഹീയതേ. പുണ്ടരീക കരിമ്പന്നീര് നിറച്ച 100 കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ്റെയും വേദപാരായണത്തോടെ കരിമ്പന്നീരിനാൽ അഭിഷേകം ചെയ്യുന്നവൻ്റെയും ഗ്രഹത്തിൽ നിന്ന് ലക്ഷ്മിയും സരസ്വതിയും ഒരിക്കലും വിട്ടുപോവുകയില്ല. മുന്തിരിച്ചാറുകൊണ്ട് മഹേശ്വരിയെ അഭിഷേകം ചെയ്യുന്നവൻ സകുടുംബം ആ മുന്തിരിച്ചാറിലെ തുള്ളികൾ ഉള്ളിടത്തോളം കാലം ദേവലോകത്ത് പൂജിക്കപ്പെടും. കർപ്പൂര ഗുരു കാശ്മീര കസ്തൂരി പങ്കപങ്കിലെ സലിലെ സ്നാമയേദേനാം വേദപാരായണം ചരൻ ഭസ്മീഭവന്തി പാപാനി ശതജന്മാർജിതാനി ച യോ ദുക്തകലശേർദേവീം സ്നാപയേത് വേദപാഠത ആകൽപ്പം സാവസേ നിത്യം തസ്മിൻ വൈഷീരസാഗരേ ആകൽപ്പം സാവസേ നിത്യം തസ്മിൻ വൈഷീരസാഗരേ യസ്തോ ദത്നാഭിഷിഞ്ചേത്താം ദതികുല്യാപ്തിർഭവേത്. കർപ്പൂരം, അകിൽ, കാശ്മീര കുങ്കുമം, കസ്തൂരി എന്നിവ ചേർത്ത് ജലം കൊണ്ട് ദേവിയെ വേദോച്ചാരണ സഹിതം അഭിഷേകം ചെയ്യുന്നവൻ്റെ 100 ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപമെല്ലാം ഭസ്മമാകുന്നതാണ്. പാലുകൊണ്ട് ദേവിക്ക് വേദമന്ത്രങ്ങളാൽ അഭിഷേകം ചെയ്യുന്നവൻ കൽപ്പാന്ത കാലത്തോളം പാൽക്കടലിൽ വസിക്കുക തന്നെ ചെയ്യും. തൈര് കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നവൻ സപ്തദീപാധിപതിയായി തീരും. മധുനാ ജാഗൃതേനൈവ തഥാ ശർക്കരയാ ബിജ സ്നാമയേൻ മധുകുല്യാദി നദീനാം സപതിർഭവേത്. തേൻ, നെയ്യ്, ശർക്കര എന്നിവ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നവൻ മധുകുല്യാദി നദികളുടെ അധീശനായിത്തീരും. സഹസ്രകലശേർദേവീം സ്നാമയൻ ഭക്തിതൽപര ഇഹലോകേ സുഖീ ഭൂത്വാപ്യന്നലോകേ സുഖീ ഭവേത്. സഹസ്രകലശ ജലത്താൽ ഭക്തിപുരസ്സരം ദേവിയെ അഭിഷേകം ചെയ്യുന്നവൻ ഇഹപരലോകങ്ങളിൽ സുഖാനുഭൂതിയിൽ മുഴുകും. ക്ഷൗമം വസ്ത്രദ്വയം ദത്വാ വായുലോകം സഗച്ഛതി രത്നനിർമ്മിതഭൂഷാണാം താഥാ നിധിപതിർഭവേത്. ദേവിക്ക് ഇണപ്പട്ടുകൾ സമർപ്പിക്കുന്നവൻ വായുലോകം പ്രാപിക്കുന്നതാണ്. രത്നഭൂഷണങ്ങൾ സമർപ്പിക്കുന്നവൻ നിധികളുടെ അധിപനാകും.
കാശ്മീരചന്ദനം ദത്വാ കസ്തൂരി ബിന്ദുഭൂഷിതം തഥാ സീമന്തസിന്ദൂരം ചരണേ ലക്തവത്രകം ഇന്ദ്രാസനേ സമാരൂഢോ ഭവേദേവവതിപ്പര പുഷ്പാണി വിവിധാന്യാഹു പൂജാകർമ്മണി സാധവ. കാശ്മീരചന്ദനം ചാർത്തുകയും കസ്തൂരിക്കുറി തൊടുവിച്ച് സിന്ദൂരത്താൾ സീമന്തരേഖയിട്ട് കാലിന്മേൽ ചെമ്പരുത്തിച്ചാർ അണിയിക്കുന്നവൻ ഇന്ദ്രാസനാവിഷ്ടനായി ദേവേന്ദ്രനായി വാഴുന്നതാണ്. പൂജയ്ക്ക് പറ്റിയ പൂക്കൾ പലതും സജ്ജനങ്ങൾ പറയുന്നുണ്ട്. താനിതത്വായതാലാഭം കൈലാസം ലഭതേ സ്വയം ബില്ലപത്രാണി മോഹാനി യോദ്ധ്യാത് പരശക്തയെ തസ്യ ദുഃഖം കഥാചിച്ച കുചിച്ച ന ഭവിഷ്യതി ബില്ലപത്രത്രയേ രക്ത ചന്ദനേനതു സംലിഖേത് മായാബീജത്രയം യത്നാസു സ്ഫുടം ചാതിസുന്ദരം മായാബീജാധികം നാമ ചതുർത്ഥ്യന്തം സമുച്ചരേത് നമോന്തം പരയാ ഭക്ത്യാ ദേവീ ചരണപങ്കജേ സമർപ്പയേൻ മഹാദേവ്യേ കോമളം തച്ചപത്രകം യ ഏവം കുരുദേ ഭക്ത്യാ മനുത്വം ലഭതേ ഹി സ യസ്തു കോടിദളേരേവം കോമളേരതിനിർമ്മലേ പൂജയേത് ഭുവനേശാന്യം ബ്രഹ്മാണ്ടാധിപതിർഭവേത് കുന്ദപുഷ്പേ നവീനൈസ്തു ലുളിതേരഷ്ടഗന്ധത കോടിസംഖ്യേ പൂജയേത്തു പ്രാജാപത്യം ലഭേ ധ്രുവം മല്ലികാമാലധീ പുഷ്പേരഷ്ടഗന്ധേന ലോലിതേ കോടിസംഖ്യേ പൂജയാത്തോ ജായതേ സജതുർമുഖ ദശകോടിഭിരപ്യേവം തൈരേവ കുസുമേർമുനെ വിഷ്ണുത്വം ലഭതേ മർദ്യോ ഹ്യസുരേഷഭിദുർലഭം വിഷ്ണുനൈതത്പ്രദം പൂർവം കൃതം സ്വപദലബ്ധയെ. അവ ശേഖരിച്ച് അർച്ചിക്കുന്നവന് കൈലാസവാസം ലഭിക്കുന്നതാണ്. വിലമതിക്കാനാകാത്ത കൂവളത്തിലകളാൽ പരാശക്തിയെ പൂജിച്ചാൽ ദുഃഖം അവനെ ഒരിക്കലും തീണ്ടുകയില്ല. കൂവളത്തിലയുടെ 3 ദളങ്ങളിൽ രക്തചന്ദനം കൊണ്ട് മായാബീജം സ്പഷ്ടമായി എഴുതി ആദ്യം മായാബീജവും പിന്നെ ചതുർത്ഥ്യന്തമായ ദേവീനാമവും ഒടുവിൽ നമശബ്ദവും ചേർത്ത്, അതായത് ഹ്രീം ഭുവനേശ്വരിയെ നമഃ ഉച്ചരിച്ച് ആ ദിവ്യ വില്ലപത്രം ഭക്തിയോടെ മഹാദേവിയുടെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നവന് മനുത്വം തന്നെ ആയിരിക്കും ലഭിക്കുക. അതിവിശിഷ്ടമായ കോടിദളങ്ങളാൽ ഭുവനേശ്വരിയെ പൂജിക്കുന്നവൻ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതി തന്നെയായിത്തീരും. പുത്തൻ മുല്ലപ്പൂക്കൾ അഷ്ടഗന്ധം പുലർത്തി കോടി പ്രാവശ്യം അർച്ചിക്കുന്നവൻ പ്രാജാപത്യം ലഭിക്കും. മല്ലിക, മാലതി എന്നീ പൂക്കൾ അഷ്ടഗന്ധത്തിൽ നിമഗ്നമാക്കി കോടി അർച്ചിക്കുന്നവൻ ബ്രഹ്മമായിട്ട് തീരും. ആ പൂക്കളാൽ 10 കോടി അർച്ചിക്കുന്നവൻ സുരദുർലഭമായ വിഷ്ണുത്വമായിരിക്കും ലഭിക്കുക. വിഷ്ണു തന്നെ വിഷ്ണുവധ പ്രാപ്തിക്കായിട്ട് പണ്ട് ഇപ്രകാരം അർച്ചന നടത്തിയിട്ടുണ്ട്. ശതകോടി വിരപ്യേവം സൂത്രാത്മത്വം വൃജേ ധ്രുവം മൃതമേതത് പുരാ സമ്യക് കൃതം ഭക്ത്യാ പ്രയത്നത. ഇങ്ങനെ 100 കോടി അർച്ചിക്കുന്നവൻ ഹിരണ്യഗർഭനായി തീരും. പണ്ട് ഹിരണ്യഗർഭൻ ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്. തേനവ്രതപ്രഭാവേണ ഹരിണ്യോദരതാം വ്രജേത് ജവാകുസുമപുഷ്പസ്യ ബന്ധൂക കുസുമസ്യ ജ ദാഡിമീ കുസുമസ്യാഭി വിധിരേഷ ഉദീരിത ഏവമന്യാനി പുഷ്പാണി ശ്രീദേവി വിധിനാർപ്പയേത് തസ്യ പുണ്യ ഫലസ്യാന്തം ന ജാനാദീശ്വരോപി സ തത്തദൃഭവേ പുഷ്പേ നാമസഹസ്രസംഖ്യയാ സർപ്പയേൻ മഹാദേവ്യേ പ്രതിവർഷമധീന്ദ്രിത യ ഏവം കുരുദേ ഭക്ത്യാ മഹാപാതക സംയുത ഉപപാതകയുക്തോപി മുച്യതേ സർവപാതകേ ദേഹാന്തേ ശ്രീപദാംബോജം ദുർലഭം ദേവസത്തമേ പ്രാപ്നോതി സാധകവരോ മുനെ നാസ്ത്യത്ര സംശയ കൃഷ്ണഗുരു സകർപ്പൂരം ചന്ദനേന സമന്വിതം സിൽഹകം ഛാദ്യസംയുക്തം ഗുൽഗുലേന സമന്വിതം ധൂപം ദദ്യാത്മഹാദേവ്യേ ഹേനാസ് സ്യാദ്യോഭിതം ഗ്രഹം. ഈ വ്രതത്തിൻ്റെ ശക്തിയാലാണ് ഹിരണ്യഗർഭപദം അദ്ദേഹത്തിന് ലഭിച്ചത്. ചെമ്പരത്തിപ്പൂവും ഉച്ചമലരിപ്പൂവും മാതളപ്പൂവും മറ്റു പൂക്കളും കൊണ്ട് അർച്ചിക്കുന്നതിനും വിധി ഇത് തന്നെയാണ്. വിധി പോലെ ശ്രീദേവിയെ ഇങ്ങനെ അർച്ചിച്ചാൽ അതിൻ്റെ പുണ്യമറിയുവാൻ ഈശ്വരന് പോലും കഴിയുകയില്ല. അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന ആയിരക്കണക്കിന് പൂക്കൾ കൊണ്ട് വർഷം തോറും മഹേശ്വരിയെ അർച്ചിക്കണം. അങ്ങനെ ഭക്തിപൂർവ്വം അർച്ചിക്കുന്നവൻ മഹാപാതകിയാണെങ്കിൽ പോലും സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. മരിച്ചാൽ ദേഹോത്തമന്മാർക്കും അത്യന്തം ദുർലഭമായ ശ്രീദേവീപദം പ്രാപിച്ച് സാധകോത്തമനാകും. കാരകിൽ, കർപ്പൂരം, ചന്ദനം, കുന്തിരിക്കം, ഗുൽഗുലു എന്നിവ നെയ്യ് ചേർത്ത് കത്തിച്ച് ആ ധൂപം ദേവിക്ക് സമർപ്പിക്കുകയും ആ ധൂപത്താൽ ഗ്രഹം പുകയ്ക്കുകയും വേണം.
തേന പ്രസന്നാ ദേവേശി ദദാതി ഭുവനത്രയം ദീപകർപ്പൂരകണ്ഠൈശ്ച ദദ്യാദേവ്യോ നിരന്തരം സൂര്യലോകമവാപ്നോതി നാത്രകാര്യ വിചാരണ ശതദീപാംസ്തദാ ദദ്യ സഹസ്രാൻ ഭാസമാഹിത. അങ്ങനെ ചെയ്യുന്ന പക്ഷം മഹേശ്വരി പ്രസന്നയായി 3 ലോകത്തെയും നൽകും. കർപ്പൂരദീപം ഭഗവതിക്ക് പതിവായി കൊടുക്കുന്നവൻ സുരലോകം അണയും. 100 കണക്കിനും 1000 ദീപങ്ങൾ ദേവേശിക്ക് നൽകണം. നൈവേദ്യം പുരതോ ദേവ്യാ സ്ഥാപയേ പർവ്വതാകൃതിം ലേഹേശ്ചൗഷ്യസ്തഥാപേയേ ഷഡ്രസേസ്തു സമാഹിതേ. ദേവിയുടെ മുമ്പിൽ നൈവേദ്യം പർവ്വതാകൃതിയിൽ ശേഖരിച്ചു വെക്കണം. അവ കട്ടിയുള്ളതും ലേഹ്യമായവയും ദ്രവ്യരൂപത്തിലുള്ളതും ഷഡ്രസങ്ങൾ ചേർന്നതും ആയിരിക്കണം. നാനാഫലാനി ദിവ്യാനി സാധൂനി രസവന്തിജ സ്വർണപാത്രസ്ഥിതാനാനി ദദ്യാദേവ്യേ നിരന്തരം. സ്വാദുള്ളതും രസമൂറി വരുന്നതുമായ ദിവ്യഫലങ്ങളും അന്നങ്ങളും കനകപാത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കണം. തൃപ്തായാം ശ്രീമഹാദേവ്യാം ഭവേ തൃപ്തം ജഗത്രയം യതസ്ത്രതാത്മകം സർവം രജ്ജോ സർപ്പോ യഥാ തഥാ. ശ്രീദേവി തൃപ്തയായ 3 ലോകവും തൃപ്തമാകും. കാരണം ലോകങ്ങളെല്ലാം രഞ്ജുവിൽ സർപ്പം എന്ന പോലെ ആരോപിതമാണ്. തഥ പാനീയഗതം ദദ്യാശുഭം ഗംഗാജലം മഹത് കർപ്പൂരവാലാസംയുക്തം ശീതളം കലശസ്ഥിതം. പിന്നെ കർപ്പൂരവും കരിങ്ങാലിയും ചേർത്ത് തണുപ്പിച്ച ഗംഗാജലം ദേവിക്ക് കുടിക്കാൻ നൽകണം. താംബൂലം ജാതോ ദേവി കർപ്പൂര ശകലാന്വിതം ഏലാലവംഗസംയുക്തം മുഖസൗഗന്ധ്യദായകം ദദ്യാദേവി മഹാഭക്ത്യായേന ദവീ പ്രസീദതി മൃദംഗവീണാമുരജഡക്കാതുന്ധുവിനുസ്വനെ തോഷയേ ജഗതാം ധാത്രീം ഗായനേരതിമോഹനെ വേദപാരായണേ സ്തോത്രേ പുരാണാധിവിരഭ്യുത. കർപ്പൂരം, ഏലം, ലവംഗം എന്നിവ ചേർന്നതും മുഖത്തിന് സുഗന്ധം പകരുന്നതുമായ താമ്പൂലം ഭക്തിപൂർവം ദേവിക്ക് നൽകണം. തന്മൂലം ദേവി പ്രസന്നയാകും. പിന്നീട് മൃദംഗം, വീണ, മുരജം, ഡക്ക, ദുന്ദുബി എന്നിവയുടെ നാദങ്ങളോടൊത്ത ഗാനങ്ങൾ കൊണ്ടും വേദപാരായണം കൊണ്ടും സ്തോത്രാലാപം കൊണ്ടും പുരാണ പാരായണം എന്നിവയാലും മഹേശ്വരിയെ സന്തോഷിപ്പിക്കണം. ഛത്രം ചാമരേദ്യേജ ദദ്യാദേവി സമാഹിത രാജോപചാരാൻ ശ്രീദേവിയെ നിത്യമേവ സമർപ്പയേത്. ഛത്രം, 2 ചാമരങ്ങൾ എന്നിവയും രാജോപചാരങ്ങളും ദേവിക്ക് നൽകേണ്ടതാണ്. പ്രദക്ഷിണം നമസ്കാരം കുര്യാദേവ്യ അനേകത ക്ഷമാപയേ ജഗദ്ധാത്രീം ജഗദംബാ മുഹുർമുഹു. അനേകം തവണ പ്രദക്ഷിണം ചെയ്ത് ക്ഷമാപണത്തോടുകൂടി ജഗദംബയെ വന്ദിക്കണം. സകൃൽ സ്മരണാത്രേണ യത്ര ദേവി പ്രസീദതി യഥാദൃശോപചാരൈശ്ച പ്രസീദേ തത്ര കസ്മയ. 1 പ്രാവശ്യം സ്മരിച്ചാൽ പ്രസാദിക്കുന്ന ഭഗവതി ഇപ്രകാരമുള്ള ഉപചാരങ്ങൾ ലഭിച്ചാൽ സന്തോഷിക്കുന്ന കാര്യം പറയണമോ? സ്വഭാവതോ ഭവേന്മാതാ പുത്രേതി കരുണാവതി തേന ഭക്തോ കൃതായാം ദു വക്തവ്യം കിം തദപ്പരം. സ്വതേ പുത്രവാത്സല്യവും കാരുണ്യവും ഉള്ളവളാണ് ദേവി. അമ്മയോട് ഭക്തിയുള്ള മക്കളോട് പിന്നെ പറയേണ്ടതില്ലല്ലോ എത്രമാത്രം വാത്സല്യമുണ്ടാവുമെന്ന്. അത്ര തേ കഥയിഷ്യാമി പുരാവൃത്തം സനാതനം ബൃഹദ്രഥസ്യ രാജഷേ പ്രിയം ഭക്തിപ്രദായകം. ഇപ്പോൾ ഞാനൊരു കഥ സാന്ദർഭികമായി അങ്ങയോട് പറയാം. എന്നും പറയാവുന്ന കഥയല്ല, രാജർഷിയായ ബൃഹദ്രഥൻ്റെ കഥ. അത് ഭക്തി സംവർദ്ധകവും പ്രിയങ്കരവുമാണ്. ചക്രവാകോ ഭവത് പക്ഷി കുജിദ്ദേശേ ഹിമാലയേ ഭ്രമൻ നാനാവിധാൻ ദേശാൻ യയോ കാശീപുരം പ്രതി. ഒരിക്കൽ ഹിമാലയ സാനുവിൽ ഒരു ചക്രവാക പക്ഷി വസിച്ചിരുന്നു. ഇര തേടി പറന്ന് അത് ഒടുക്കം കാശിയിൽ ചെന്നെത്തി. അന്നപൂർണ മഹാസ്ഥാനെ പ്രാരബ്ധവശദോദിജ ജഘാമലീലയാ തത്ര കണലോഭാദനാദവത് കൃത്വാ പ്രദക്ഷിണാമേകം ജഗാമാസ വിഹായസ. ദേശാന്തം വിഹായൈവ പുരിം മുക്തിപ്രദായിനിം. അന്നപൂർണാദേവിയുടെ ആസ്ഥാനത്താണ് പ്രാരബ്ധവശാൽ എത്തിയത്. വല്ലതും കിട്ടുമോ എന്ന് ആഗ്രഹിച്ച് അത് അലക്ഷ്യമായി അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് ആകാശത്തേക്ക് പറന്ന് മുക്തിപ്രദമായ പട്ടണം വിട്ടെങ്ങോട്ടോ പോയി. കാലാന്തരേ മമാരാസോ ഗതസ്വർഗപുരിം പ്രതി ബുഭുജേ വിഷയാൻ സർവാൻ ദിവ്യരൂപധരോ യുവ.
കാലക്രമത്തിൽ അത് മൃതിയടഞ്ഞു. ദിവ്യരൂപം ലഭിച്ച ഒരു യുവാവായിട്ട് അത് സ്വർഗത്തിലേക്ക് ചെന്നു. അവിടെ അത് സർവസുഖങ്ങളും അനുഭവിച്ചു. കൽപ്പദ്വയം തഥാ ഭുക്ത്വാ പുനഃപ്രാപഭുവം പ്രതി ക്ഷത്രിയാണാം കുലേ ജന്മ പ്രാപ സർവോത്തമോത്തമം. 2 കൽപ്പകാലം അവിടെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് വീണ്ടും അത് ഭൂമിയിലേക്ക് വന്നു. സർവോത്തമമായ ഒരു ക്ഷത്രിയ കുലത്തിൽ അവൻ ജനിച്ചു. ബൃഹദ്രഥേതി നാംനാഭൂത് പ്രസിദ്ധാഷിതിമണ്ഡലേ മഹായജ്ഞാധാർമികശ്ച സത്യവാധി ജിതേന്ദ്രിയ. അവൻ ഭൂമിയിൽ ബൃഹദ്രഥൻ എന്ന പേരിൽ വിഖ്യാതനായി. മഹായജ്ഞങ്ങൾ ചെയ്തവനും ധാർമ്മികനും ജിതേന്ദ്രിയനുമായിരുന്നു അദ്ദേഹം. ത്രികാലജ്ഞ സാർവഭൗമോ യമോ പരപുരം ജയ പൂർവജന്മസ്മൃതി തസ്യ വർത്തതേ ദുർലഭാഭുവി. സാർവഭൗമനും പരപുരഞ്ജയനും ത്രികാലജ്ഞനുമായ അദ്ദേഹത്തിന് അതിദുർലഭമായ പൂർവജന്മസ്മൃതി ലഭിച്ചിരുന്നു. ഇത് ശുദ്ധാ കിം വദന്തി മുനയ സമുപാഗത കൃതാദിത്യ നൃപേന്ദ്രേണ വിഷ്ടരേഷൂഷുരേപതേ. ഈ വാർത്ത കേട്ടിട്ട് മുനിമാർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി രാജാവിൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് അവർ ആസനസ്ഥരായി. പപ്രച്ചോർമുനയ സർവേ സംശയോസ്തി മഹാൻ നൃപ കേന പുണ്യപ്രഭാവേണ പൂർവജന്മസ്മൃതിസ്തവ. മഹർഷിമാർ ചോദിച്ചു, ഹേ രാജാവേ, ഞങ്ങൾക്കൊരു സംശയം. എന്ത് പുണ്യഫലത്താലാണ് അങ്ങേക്ക് പൂർവജന്മസ്മൃതി ലഭിച്ചത്? ത്രികാലജ്ഞാനമേവാപി കസ്മാ പുണ്യപ്രഭാവത ജ്ഞാനം തവേദി തജ്ഞാതോ ആഗതാസ്മതവാന്തികം. അങ്ങയുടെ ഏത് പുണ്യമാണ് പൂർവജന്മസ്മൃതി ഉളവാക്കുന്നത്? അങ്ങേക്ക് അതറിയാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. വദ നിർവ്യാജയാവൃത്യ തദസ്മാകം യഥാ തദം. ശ്രീനാരായണ ഉവാച ഇതി ദേശാം വച ശ്രുത്വാ രാജ പരമധാർമ്മിക ഉവാച സകലം ബ്രഹ്മ ത്രികാലജ്ഞാനകാരണം ശ്രൂയതാ മുനയ സർവേ മമ ജ്ഞാനസ്യ കാരണം. ഒന്നും മറയ്ക്കാതെ ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാലും. ശ്രീനാരായണൻ പറഞ്ഞു. ഇങ്ങനെ അവർ പറഞ്ഞത് കേട്ട് പരമധാർമ്മികനായ രാജാവ് ത്രികാലജ്ഞാനമുണ്ടാവാനുള്ള കാരണം സവിസ്തരം പറഞ്ഞു. മഹർഷിമാരെ കേൾക്കുവിൻ, എൻ്റെ ത്രികാലജ്ഞാനത്തിനുള്ള കാരണം എന്താണെന്ന് പറയാം. ചക്രവാകസ്ഥിത പൂർവം നീജയോനീഗതോപിവ അജ്ഞാനതോപി കൃതവാൻ അന്നപൂർണ പ്രദക്ഷിണം. നീജയോനിയിൽ ചക്രവാകമായിട്ടാണ് ഞാൻ പണ്ട് ജനിച്ചത്. അക്കാലത്ത് ഞാൻ യാദൃച്ഛികമായി അന്നപൂർണാദേവിയെ പ്രദക്ഷിണം വയ്ക്കുകയുണ്ടായി. തേന പുണ്യപ്രഭാവേണ സ്വർഗേ കൽപ്പദ്വയസ്ഥിതി ത്രികാലജ്ഞാനദാപ്യസ്മിൻ അഭൂജന്മനസുവൃത. ആ പുണ്യകർമ്മ ഫലമായിട്ട് ഞാൻ സ്വർഗത്തിൽ 2 കൽപ്പകാലമാണു. ഹേ മുനിമാരെ, ഈ ജന്മത്തിൽ ത്രികാലജ്ഞാനവും സിദ്ധിച്ചു. കോവേദ ജഗദംബായ പദസ്മൃതി ഫലം കിയത് സ്മൃത്വാ തന്മഹിമാനം ദോ പതന്ത്രശ്രുണിമേനിശം. ജഗദംബികയുടെ പദകമല സ്മരണയുടെ ഫലം എത്രമാത്രമുണ്ടെന്ന് ആർക്കാണ് അറിയാൻ കഴിയുക? ആ അമ്മയുടെ മഹിമ ഓർക്കുമ്പോൾ തന്നെ ആനന്ദം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയും. ദിഗസ്തു ജന്മദേശാമൈ കൃതജ്ഞാനാം ദുഭാഭിനാം യേ സർവമാധരം ദേവീം ശോഭാസ്യാം നഭജന്തി. എല്ലാവരുടെയും അമ്മയും തങ്ങൾക്ക് ഏവർക്കും ഉപാസിക്കുന്നവളുമായ ആ മാതാവിനെ സ്മരിക്കാത്തവർ പാപികളും കൃതജ്ഞരുമായ നിന്ദ്യരാണ്. ന ശിവോപാസന നിത്യ ന വിഷ്ണുവാസന തഥാ നിത്യോപാസ്തി പരാദേവ്യ നിത്യാശുദ്ധൈവ ചോദിത. ശിവോപാസനയും വിഷ്ണുവാസനയും നിത്യമായി ചെയ്യേണ്ടതല്ല, എന്നാൽ പരാശക്തി ഉപാസന പതിവായി ചെയ്യേണ്ടുന്ന പുണ്യകർമ്മമാണ്. ശ്രുതി തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കിം മയാ ബഹുവക്തവ്യം സ്ഥാനേ സംശയവർജിതേ സേവനീയം പദാംബോജം ഭഗവത്യ നിരന്തരം. സംശയമില്ലാത്തിടത്ത് ഞാൻ എന്തിനാണ് അധികം പറയുന്നത്? ഭഗവതിയുടെ ചരണകമലത്തെ നിരന്തരം ഭജിക്കുക തന്നെ വേണം. നാദപരതരം കിഞ്ചിത് അധികം ജഗദീതലേ സേവനീയ പരാദേവി നിർഗുണ സഗുണാദവ. നിർഗുണയും സൽഗുണയുമായ പരാശക്തിയെ സേവിക്കുന്നതിലധികം പുണ്യം മറ്റൊന്നിലുമില്ല. ശ്രീനാരായണ ഉവാച ഇതി തസ്യ വചശ്രുത്വ രാജർഷേധാർമികസ്യ ച പ്രസന്നഹൃദയ സർവേ ഗതാ സ്വസ്വനികേതനം. ശ്രീനാരായണൻ പറഞ്ഞു. ധാർമ്മികനായ രാജർഷി പറഞ്ഞത് കേട്ട് സന്തുഷ്ടചിത്തരായ മഹർഷിമാർ കൃതകൃത്യരായി താന്താങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് പോയി. ഏവം പ്രഭാഭാസാ ദേവി തത്പൂജായ ഫലം കിയത് അസ്തീതി ജനപ്രഷ്ടവ്യം വക്തവ്യം വാനകേനജിത്. അത്ര മഹാത്മ്യമുള്ളവളാണ് ദേവി. ആ ദേവിയെ ഉപാസിച്ചാലുള്ള ഫലം എത്രയെന്ന് ആരും ചോദിക്കരുത്, പറയുകയും വരുത്. അത്രമാത്രം മഹാത്മ്യം അതിനുണ്ട്. യേഷാം തൂ ജന്മസാഫല്യം തേഷാം ശ്രദ്ധ പ്രജായതേ
യേഷാം തോ ജന്മസാങ്കര്യം തേഷാം ശ്രദ്ധ ന ജായതേ. ജന്മസാഫല്യമുള്ളവർക്കേ ദേവീ പൂജയിൽ ശ്രദ്ധയുണ്ടാകൂ. ജന്മസാങ്കര്യമുള്ളവർക്ക് അതിൽ ഒരിക്കലും ശ്രദ്ധ ഉണ്ടാവുകയില്ല. ഇത് ശ്രീദേവി ഭാഗവതേ ഏകാദശ സ്കന്ധേ അഷ്ടാദശോധ്യായ. ഇതോടുകൂടി ഏകാദശ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.